വെൽക്കം ടു വേൾഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 മാർച്ച് മാസം തൊഴിൽ വീതിയുടെ മൂന്നാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ് സ്റ്റാർട്ട്. വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളിലെയും വയോജന സൗഹൃദമാക്കി മാറ്റാനുള്ള 2013 സംസ്ഥാന വയോജനവുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭം വയോജന സൗഹൃദ പഞ്ചായത്ത്. മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കി മാറ്റാനുള്ള 2013 സംസ്ഥാന വയോജനവുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭം വയോജന സൗഹൃദ പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതി സായം പ്രഭ ഹോം പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതി സായം പ്രഭ ഹോം പദ്ധതി. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതി എൽഡർ ലൈൻ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതി എൽഡർ ലൈൻ. എൽഡർ ലൈൻ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ 14567. എൽഡർ ലൈൻ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ 14567. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വച്ചുകൊടുക്കുന്ന പദ്ധതി മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വച്ചുകൊടുക്കുന്ന പദ്ധതി മന്ദഹാസം. വിഖ്യാത തബലവാദകൻ സാക്കിർ ഹുസൈൻ അന്തരിച്ച ദിവസം 2024 ഡിസംബർ 15. വിഖ്യാത തബലവാദകൻ സാക്കിർ ഹുസൈൻ അന്തരിച്ച ദിവസം 2024 ഡിസംബർ 15. ഒരേ സമയം 3 ഗ്രാമി പുരസ്കാരം ലഭിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സംഗീതജ്ഞൻ സാക്കിർ ഹുസൈൻ. ഒരേ സമയം 3 ഗ്രാമി പുരസ്കാരം ലഭിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സംഗീതജ്ഞൻ സാക്കിർ ഹുസൈൻ. 2024 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച ശങ്കർ മഹാദേവന്റെയും സാക്കിർ ഹുസൈന്റെയും ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ആൽബം ദിസ് മൊമെന്റ്. 2024 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച ശങ്കർ മഹാദേവന്റെയും സാക്കിർ ഹുസൈന്റെയും ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ആൽബം ദിസ് മൊമെന്റ്. 2024 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ പെർഫോമൻസിനുള്ള പുരസ്കാരം ലഭിച്ച സാക്കിർ ഹുസൈന്റെ ഗാനം പാഷ്തോ ആൽബം ആസ് വി സ്പീക്ക്. 2024 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ പെർഫോമൻസിനുള്ള പുരസ്കാരം ലഭിച്ച സാക്കിർ ഹുസൈന്റെ ഗാനം പാഷ്തോ ആൽബം ആസ് വി സ്പീക്ക്. 2024 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച സമകാലിക ഇൻസ്ട്രുമെന്റൽ ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച സാക്കിർ ഹുസൈന്റെ ആൽബം ആസ് വി സ്പീക്ക്. 2024 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച സമകാലിക ഇൻസ്ട്രുമെന്റൽ ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച സാക്കിർ ഹുസൈന്റെ ആൽബം ആസ് വി സ്പീക്ക്. സാക്കിർ ഹുസൈന് ആദ്യമായി ഗ്രാമി പുരസ്കാരം ലഭിച്ച ആൽബം പ്ലാനറ്റ് ഡ്രം. സാക്കിർ ഹുസൈന് ആദ്യമായി ഗ്രാമി പുരസ്കാരം ലഭിച്ച ആൽബം പ്ലാനറ്റ് ഡ്രം. തബലയിൽ മെലഡി നൽകുന്ന പ്രതിഭയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? സാക്കിർ ഹുസൈൻ. തബലയിൽ മെലഡി നൽകുന്ന പ്രതിഭയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാരാണ്? സാക്കിർ ഹുസൈൻ. സാക്കിർ ഹുസൈന്റെ യഥാർത്ഥ പേര് സാക്കിർ ഹുസൈൻ അല്ലാരഖ ഖുറേഷി. സാക്കിർ ഹുസൈന്റെ യഥാർത്ഥ പേര് സാക്കിർ ഹുസൈൻ അല്ലാരഖ ഖുറേഷി. കേരളത്തിൽ ആദ്യമായി സിറ്റിസൺ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏത് ദിവസമാണ്? 2025 ഫെബ്രുവരി 7. കേരളത്തിൽ ആദ്യമായി സിറ്റിസൺ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഏത് ദിവസമാണ്? 2025 ഫെബ്രുവരി 7. ബജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ധനകാര്യ വിവരങ്ങൾ ഒരു സാധാരണ പൗരന് ലളിതമായി മനസ്സിലാകുന്ന രീതിയിൽ ബജറ്റിലേക്കുള്ള പൗരന്റെ വഴികാട്ടി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള രേഖയാണ് സിറ്റിസൺ ബജറ്റ്. ബജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ധനകാര്യ വിവരങ്ങൾ ഒരു സാധാരണ പൗരന് ലളിതമായി മനസ്സിലാകുന്ന രീതിയിൽ ബജറ്റിലേക്കുള്ള പൗരന്റെ വഴികാട്ടി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള രേഖ സിറ്റിസൺ ബജറ്റ്. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച വർഷം 2024. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച വർഷം 2024. കേരള ബജറ്റ് 2025-26 ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത് എന്നാണ്?
2025 ഫെബ്രുവരി 7. കേരള ബജറ്റ് 2025-26 ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്നാണ്? 2025 ഫെബ്രുവരി 7. ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 2021 അവതരിപ്പിച്ചത്. ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 2022 സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പുകൾ. 2022 സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പുകൾ. നൃത്തവിഭാഗം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കഥകളി, കലാവിജയൻ മോഹിനിയാട്ടം, മാർഗി മധു ചാക്യാർ കൂടിയാട്ടം. 2022 സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പുകൾ. നൃത്തവിഭാഗത്തില് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കഥകളി, കലാവിജയൻ മോഹിനിയാട്ടം, മാർഗി മധു ചാക്യാർ കൂടിയാട്ടം. പാരമ്പര്യ കലാരംഗം കെ വിശ്വനാഥ പുലവർ തോൽപ്പാവക്കൂത്ത്. പാരമ്പര്യ കലാരംഗം കെ വിശ്വനാഥ പുലവർ തോൽപ്പാവക്കൂത്ത്. 2023 സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പുകൾ. 2023 സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പുകൾ. ബോംബെ ജയശ്രീ രാമനാഥ് കർണാട്ടിക് വോക്കൽ, നെയ്വേലി നാരായണൻ മൃദംഗം, HK വെങ്കിട്ടരാം വയലിൻ, മാർഗി വിജയകുമാർ കഥകളി, പല്ലവി കൃഷ്ണൻ മോഹിനിയാട്ടം. 2023 സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പുകൾ. ബോംബെ ജയശ്രീ രാമനാഥ് കർണാട്ടിക് വോക്കൽ, നെയ്വേലി നാരായണൻ മൃദംഗം, HK വെങ്കിട്ടരാം വയലിൻ, മാർഗി വിജയകുമാർ കഥകളി, പല്ലവി കൃഷ്ണൻ മോഹിനിയാട്ടം. യുഎസിന്റെ അന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ കഷ് പട്ടേൽ. യുഎസിന്റെ അന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ കഷ് പട്ടേൽ. ഏറ്റവും കുറവ് ഇന്നിംഗ്സിൽ നിന്ന് 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. ഏറ്റവും കുറവ് ഇന്നിംഗ്സിൽ നിന്ന് 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന മൂന്നാമത്തെ ബാറ്റർ എന്ന ബഹുമതി നേടിയത് വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന മൂന്നാമത്തെ ബാറ്റർ എന്ന ബഹുമതി നേടിയത് വിരാട് കോഹ്ലി. ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വനിത ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വനിത ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിനുള്ള ലോങ് ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരം ഹാർട്ട്ലാൻഡ്. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിനുള്ള ലോങ് ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരം ഹാർട്ട്ലാൻഡ്. ഈ സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് വിദർഭ. ഈ സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് വിദർഭ. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ പുതിയ മേധാവിയായി നിയമിച്ചത് ആരെ? തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ പുതിയ മേധാവിയായി നിയമിച്ചത് ആരെ? തുഹിൻ കാന്ത പാണ്ഡെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ശക്തികാന്ത ദാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ശക്തികാന്ത ദാസ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലോകത്ത് ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലോകത്ത് ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. 2 വയസ്സുള്ള റെട്രോ എന്നു പേരുള്ള ആദ്യ ആരോഗ്യമുള്ള റിസസ് കുരങ്ങിനെ ക്ലോൺ ചെയ്ത രാജ്യം ചൈന. 2 വയസ്സുള്ള റെട്രോ എന്നു പേരുള്ള ആദ്യ ആരോഗ്യമുള്ള റിസസ് കുരങ്ങിനെ ക്ലോൺ ചെയ്ത രാജ്യം ചൈന. ജീവജാലങ്ങളുടെ കൃത്യമായ ജനിതക പകർപ്പുകൾ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ക്ലോണിംഗ്. ജീവജാലങ്ങളുടെ കൃത്യമായ ജനിതക പകർപ്പുകൾ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ക്ലോണിംഗ്. വിജയകരമായി ക്ലോൺ ചെയ്ത ആദ്യ സസ്തനി ഡോളി എന്ന് പറയുന്ന ചെമ്മരിയാടാണ്. വിജയകരമായി ക്ലോൺ ചെയ്ത ആദ്യ സസ്തനി ഡോളി. അലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പിറവിയെടുത്ത ആദ്യ സസ്തനി ഡോളി. അലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പിറവിയെടുത്ത ആദ്യ സസ്തനി ഡോളി. ഇന്ത്യയിലെ ദേശീയ ക്ഷീര ഗവേഷണ സ്ഥാപനമുള്ള ഹരിയാനയിലെ കർണാലിൽ 2009 ക്ലോൺ ചെയ്ത് സൃഷ്ടിച്ചത് എന്തിനെയാണ്? എരുമ. ഇന്ത്യയിലെ ദേശീയ ക്ഷീര ഗവേഷണ സ്ഥാപനമുള്ള ഹരിയാനയിലെ കർണാലിൽ 2009 ക്ലോൺ ചെയ്ത് സൃഷ്ടിച്ചത് എന്തിനെയാണ്? എരുമ.
ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.